പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര പ്രധാനമായും രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങളും ജോലിയും എല്ലാം തന്നെ നൽകുന്നതിനോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള അവകാശവും നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി. ബീഹാറിലെ ഒരു പൊതു റാലിയെ, അതായത് BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയും സഖ്യകക്ഷികളും ഇന്ത്യൻ യുവാക്കൾക്ക് പകരം നുഴഞ്ഞുകയറ്റക്കാർക്ക് ജോലി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും തന്നെ തെറ്റിദ്ധാരണ പടർത്താനാണ് കോൺഗ്രസ് ശ്രമം നടത്തുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വോട്ട് മോഷണത്തിന്റെ പേരിലായിരുന്നില്ല. ബീഹാറിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഒന്നിനെ കുറിച്ചായിരുന്നില്ല അദ്ദേഹത്തിന്റെ യാത്ര. തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ റോഡില്ലാത്തതിനെ കുറിച്ചോ വൈദ്യുതി ലഭിക്കാത്തതിനെ കുറിച്ചോ ആയിരുന്നില്ല ആ യാത്ര. അതിൽ ഇതൊന്നും തന്നെ പരാമർശിച്ചിട്ടുമില്ല. മറിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനത്തിന്റെ ഉദ്ദേശമെന്നും അമിത്ഷാ പറയുന്നു. നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും അമിത്ഷാ ഇവിടെ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശമോ സൗജന്യ റേഷനോ വേണോ? നുഴഞ്ഞുകയറ്റക്കാർക്ക് ജോലി, വീടുകൾ, ചികിത്സ എന്നിവ നൽകണോ? നമ്മുടെ ഈ യുവാക്കൾക്ക് പകരം നുഴഞ്ഞുകയറ്റക്കാർക്ക് രാഹുൽ ഗാന്ധിയും കമ്പനിയും ആകട്ടെ ജോലി നൽകുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ വീടുകളിലും പോയി അവരുടെ സർക്കാർ അബദ്ധത്തിൽ തന്നെ രൂപീകരിച്ചാൽ ബീഹാറിലെ എല്ലാ ജില്ലയിലും നുഴഞ്ഞുകയറ്റക്കാർ മാത്രമേ ഉണ്ടാകുമെന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാജ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വോട്ടുകൾ നീക്കിയെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ആകട്ടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു രാഹുലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്ത് വരുന്നത്. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 6000-ഓളം പേരെ നീക്കിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതേസമയം ഇത് ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയത്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും നേരത്തെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിലാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വെളിപ്പെടുത്തിയത്. ഒന്നാമതായി തന്നെ ഇത് ഹൈഡ്രജൻ ബോംബല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ രാജ്യത്തെ യുവാക്കൾക്ക് തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കേണ്ടതിരിക്കുന്നു. മറ്റൊരു നാഴികക്കല്ലായി തന്നെ ഉയരുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ചുകൊണ്ട് 6000-ഓളം വോട്ടുകൾ നീക്കിയെന്നും അതുപോലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തുവെന്നും സ്വാതന്ത്ര്യവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട കമ്മീഷണർ തന്നെ പക്ഷാപാതപരമായാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നതെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഇതിലൂടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.